അത് മിന്നൽ വേഗത്തിലാണ് SITയുടെ റിപ്പോർട്ട്. അതിവേഗത്തിലാണ് ബഹുദൂരം മുന്നിട്ട് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നുള്ളതായിരുന്നു ആഭ്യന്തര മന്ത്രാലയം ഈ SITക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ അത്ര പോലും എടുക്കുന്നില്ല എന്നതും പ്രധാനമാണ്. ഷൗക്കത്ത് അലി അതിൻ്റെ മുന്നിലേക്ക് അതിൻ്റെ SIT അന്വേഷണ സംഘ തലവനായി വരുമ്പോൾ തന്നെ കോൺഗ്രസിനുള്ളിൽ ഉയരുന്ന ആരവങ്ങൾ നമുക്കറിയാം. അതായത് അതങ്ങ് പോയി മുടക്കോഴിമലയിൽ പോയ ചരിത്രമുള്ള നേതാവ് എന്ന നിലയ്ക്കാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൽ കോൺഗ്രസിന് ആശ്വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വേഗമുണ്ടാകും അന്വേഷണത്തിന് അതിൽ എന്ന ഒരു സൂചന കൂടി ഉണ്ടായിരുന്നു. അതായത് ഒന്നും മറക്കാൻ പറ്റുന്നില്ല എന്ന് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതിൽ ആരെയും മറന്നിട്ടില്ല എന്നതുകൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ് എന്നത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്ത MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടാണ്. ഡോക്ടർ അരുൺകുമാർ, MR അജിത് കുമാറിൻ്റെ പേര് എവിടെയൊക്കെയാണ് കേൾക്കാത്തത്? ഏതൊക്കെ അട്ടിമറികളിലാണ് കേൾക്കാത്തത്? എന്തൊക്കെ തരം അധികാര ദുർവിനിയോഗത്തിലും എന്തൊക്കെ തരം കൂടിക്കാഴ്ചകളിലും അവിശുദ്ധ ബന്ധങ്ങളിലുമാണ് കേൾക്കാത്തത്? അപ്പോൾ ആ തരത്തിലുള്ള ഒരു ആരോപണം നിരന്തരം കേട്ട ഒരു ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന ആവശ്യം എത്ര തവണ കേട്ടു? എത്ര തവണ കേട്ടതിന് ശേഷവും എത്ര വിമർശനങ്ങൾ ഉണ്ടായതിനും ശേഷവുമാണ് അങ്ങനെയൊന്ന് സംഭവിക്കുന്നത്? അങ്ങനെയൊന്നും സംഭവിച്ചപ്പോൾ തന്നെ അത് വളരെ ഈ കരിയറിൽ എവിടെയും ഒരു ബ്ലാക്ക് മാർക്ക് വരാത്ത തരത്തിൽ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന നിലയ്ക്കാണത് പിന്നീട് പ്രയോഗത്തിൽ വരുത്തിയത് എന്നതും ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ തലോടിയാണ് ആ നടപടികളൊക്കെ ഉണ്ടായത് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുകയായിരുന്നു. അതിൽ മറ്റൊന്ന്, ചൈത്ര തെരേസ ജോൺ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറയുന്നത് പോലീസിന് വലിയ തോതിൽ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്നാണ്, ക്രിമിനൽ പ്രവർത്തനമാണ്, അത് പോലീസിന്റെ നടപടിക്രമങ്ങൾക്ക് അനുസരിച്ചില്ല, അവിടെ ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് പോലീസ് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് തുടങ്ങിയ ഒരുപാട് പരാമർശങ്ങളുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് പൂഴ്ത്തി. ഒന്ന്. ഇനി ഈ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട് തിരുത്താൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ആലപ്പുഴ ഡിവൈഎസ്പിയെ വിളിച്ചു വരുത്തിയിട്ട് ഈ ഉദ്യോഗസ്ഥരെ 3 തവണ വിളിച്ചു വരുത്തി. അതിലൊരു ഉദ്യോഗസ്ഥന് ശാരീരികാസ്വസ്ഥ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയാത്ത ഇന്ന് ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തി. ഇനി ഈ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകനെ, ക്യാമറമാന്, ജയ്ഹിന്ദിന്റെ ക്യാമറമാനാണ്, ഭീഷണിപ്പെടുത്തി. ആ ദൃശ്യങ്ങൾ പകർത്തിയ ഉപകരണം അത് ഏതാണ്ട് 1 വർഷത്തിന് ശേഷമാണ് തിരിച്ചു വാങ്ങുന്നത്. പോലീസ് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ 3 റിപ്പോർട്ടും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ദൃശ്യങ്ങളില്ല എന്ന് കോടതിയിൽ പോയി പറയാൻ ധൈര്യം കാണിച്ചു. അപ്പോൾ കോടതി ചോദിക്കുകയാണ്, സമൂഹ മാധ്യമങ്ങളടക്കം ഈ ദൃശ്യങ്ങൾ ഉണ്ടല്ലോ, അത് കൊണ്ടുവരാൻ പറയുമ്പോഴാണ് പിന്നീട് ആ ദൃശ്യങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ 1.5 വർഷക്കാലം മുമ്പ് അന്വേഷണം വേണമെന്ന് കോടതി പറഞ്ഞത്. എന്നിട്ട് ഈ 1.5 വർഷക്കാലം അനങ്ങിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രിക്ക് കോടതി പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ കോടതി പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്ന മറ്റൊരു അധികാര സംവിധാനം അപ്പുറത്തുണ്ടായിരുന്നു എന്നതുകൂടിയാണ് അദ്ദേഹം ആ പരിഹാസത്തിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് പ്രധാനമാണ്. ഇത് തിരിച്ചു വരികയാണ് എന്നുള്ളതാണ്. ഇതിൽ അനീതി, ഇതിൽ രാഷ്ട്രീയ പ്രതികാരം, പക എന്നൊക്കെ ആരോപിക്കുമ്പോൾ അപ്പുറത്ത് രാഷ്ട്രീയ സംരക്ഷണം, രാഷ്ട്രീയ നിസ്സംഗത, രാഷ്ട്രീയമായ ഒത്തുചേരൽ, ഗൂഢാലോചന തുടങ്ങിയവ മറുപടിയായി വരും. ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ നമുക്ക് നേരെ എന്ന് പറയില്ലേ, അതുപോലെയുള്ള ആരോപണ ശരങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇന്നും മിണ്ടാത്തത്. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളിൽ CPMന്റെ പ്രതിനിധിയില്ല. എന്തുകൊണ്ടാ? എന്ത് പറയും? സഹയാത്രികർ വരികയാണെങ്കിൽ അവർക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയാം. എന്ത് പറയും? ഇതിൽ 3 റിപ്പോർട്ടുകൾ മുക്കി, അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കോടതി ഉത്തരവുണ്ടായിട്ട് 1.5 വർഷം അനങ്ങിയില്ല. എന്ത് പറയും? ഇതൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ആ ചർച്ചകളിൽ നിന്ന് തന്നെ മാറി നിർത്തുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് തന്നെ ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടിയ മറ്റൊരു സംഭവമുണ്ട്. ഇടുക്കിയിൽ ഞാൻ ഇതിനു മുൻപ് മീഡിയ ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിലാൽ സമദ് എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ കണ്ണ് ലാത്തി കൊണ്ടിടിച്ചിട്ട് അതിൽ ഒരു കണ്ണിൻ്റെ 30% കാഴ്ച പോയി. പോലീസ് കണ്ണു നോക്കി ലാത്തി വെച്ച് കുത്തി എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം. 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ കണ്ണിന്റെ കാഴ്ച ഭാഗികമായി പോകുന്ന തരത്തിൽ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തി എന്നുള്ളതാണ് പറയുന്നത്. മാതൃഭൂമി പത്രം പ്രസിദ്ധീകരിച്ചൊരു ഫോട്ടോയുണ്ട്. ഒരു ചെറുപ്പക്കാരന്റെ ജനനേന്ദ്രിയത്തിൽ പിടിമുറുക്കിയ പോലീസുകാരന്റെ ആ നിലയ്ക്കുള്ള അധിക്ഷേപവും അക്രമവുമാണ് ഇവിടെ പോലീസുകാർ നടത്തിക്കൊണ്ടിരുന്നത് എന്നതൊന്ന് ആലോചിക്കണം. ഇവരെ ആരാണ് ഇങ്ങനെ കയറൂരി വിട്ടത്? നേരത്തെ സുനിൽ സാറ് പറയുന്നുണ്ടായിരുന്നു, പോലീസുകാരെ മുഴുവനും അങ്ങനെ അധിക്ഷേപിക്കാൻ കഴിയില്ല, 5% പോലീസുകാർ ഇങ്ങനെയുണ്ടെന്ന്. ഈ 5%-ൽ നിന്ന് നറുക്കിട്ടെടുത്താണോ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരാക്കാൻ കൊണ്ടുവന്നത്? ആണോ? ആ അധികാര സ്ഥാനത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഉറപ്പായും
അവരെങ്കിലും മിനിമം സർക്കാരിന്റെ പോലീസ് നയം നടപ്പിലാക്കുന്നതായിരിക്കണം എന്ന് ഉറപ്പുവേണ്ടേ? സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാത്തവരാണ് എന്ന് ഉറപ്പുവേണ്ടേ? അല്ലാതെ കേരളത്തിലെ സംസ്ഥാന പോലീസിന്റെ ഏറ്റവും മോശപ്പെട്ട 5% ഉൾപ്പെടുന്നവരെ തന്നെ മുഖ്യമന്ത്രിയുടെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കണമെന്നുണ്ടോ? ഒരു മുഖ്യമന്ത്രിയുടെ ഗൺമാനാകാൻ ഒരാളെ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ അന്വേഷണം നടത്തും? രാഷ്ട്രീയം അന്വേഷിക്കില്ലേ? ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കില്ലേ? കരിയറിൽ എവിടെയെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കില്ലേ? ഇതൊക്കെ അന്വേഷിക്കണമെന്നാണല്ലോ വെപ്പ്. അല്ലെങ്കിൽ നാളെ ഈ സുരക്ഷയിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവർ കൈകാര്യം ചെയ്ത ഒരു പത്തലാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ കയ്യിൽ ഈ പത്തൽ വരുന്നത്? അവർക്ക് അങ്ങനെ ഒരു ആയുധം ഉപയോഗിക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല. അപ്പോ എവിടെയെങ്കിലും കണ്ടാൽ ഇറങ്ങി അടിച്ചു കളയാമെന്ന ബോധ്യത്തോടെ ആയുധ സമാഹരണം, 5 പേരും ഒന്നിച്ചൊരു വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നേ. ഈ പോലീസുകാർ വീണുപോകുന്നുണ്ട്. ക്രമസമാധാന പാലനത്തിന് അവിടെ ചുമതലയുണ്ടായിരുന്ന പോലീസുകാർ ഈ അപ്രതീക്ഷിതമായി ഇറങ്ങിയടിക്കലിൽ വീണുപോകുന്നുണ്ട്. അവർക്ക് മനസ്സിലാകുന്നില്ല എന്താ ചുറ്റും സംഭവിക്കുന്നതെന്ന്. കാരണം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു ആക്രമണം ആ ഘട്ടത്തിൽ അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല. അവർ ഈ ചെറുപ്പക്കാരായ എ.ഡി. തോമസിനെയും ജുവലിനെയും മാറ്റി വഴിയരികിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് ഇറങ്ങിയടിക്കുന്നത്. തല്ലല്ലേ നീ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ അടിക്കുന്ന ശബ്ദമടക്കം കേൾക്കാൻ കഴിയുന്ന ദൃശ്യമാണ് അവിടെ അന്ന് സംഭവിച്ചത് എന്നുകൂടിയുണ്ട്. ഈ രക്ഷാപ്രവർത്തനം ആലപ്പുഴയിൽ പൊട്ടിമുളച്ചതൊന്നുമല്ല. അതങ്ങ് ചെടിച്ചട്ടി കൊണ്ട് അത് മുളച്ചത് യൂത്ത് കോൺഗ്രസിന്റെയും KSUക്കാരുടെയും തലയടിച്ച് പൊടിച്ച ഒരു ചെടിച്ചട്ടി ഉണ്ടല്ലോ, അവിടെയാണ് ഈ രക്ഷാപ്രവർത്തനം നാമ്പിട്ട് മുളച്ചത്. അവിടെ നിന്നൊരു പാറ്റേൺ രൂപപ്പെടുകയാണ്. മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചപ്പോൾ മുതൽ കണ്ണൂർ മുതൽ ഇങ്ങോട്ട് ഈ നവകേരള ബസ് വരുന്ന വഴി മുഴുവനും ഒരു പാറ്റേൺ രൂപപ്പെടുകയാണ്. ആർക്കും എന്തും ചെയ്യാം. വഴിയരികിൽ കൂടി നിൽക്കുന്ന DYFIക്കാർക്കാകാം, പോലീസുകാർക്കാകാം, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കാകാം, ഇവർക്കെല്ലാവർക്കും നിയമം കയ്യിലെടുക്കാം എന്ന് പറയുന്ന ഒരു ഓപ്പൺ ചെക്ക് നൽകപ്പെടുകയാണ് സംഭവിച്ചത്. അത് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനം മുഴുവനും നടക്കുന്നത്. ഏറ്റവും അവസാനം തലസ്ഥാന നഗരിയിലേക്കൊക്കെ വരുമ്പോൾ പോലീസുകാർ കാഴ്ചക്കാരായി മാറുക. എന്താ, ക്രമസമാധാനം DYFIക്കാരെ ഏൽപ്പിച്ചു, അവരിതങ്ങ് ആഘോഷമാക്കിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുക. ഞങ്ങളുടെ ബ്രാഞ്ചിൽ, ഞങ്ങളുടെ ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെയായിരിക്കണമെന്ന് ഒരു അന്തസ്സായി മാറുകയാണ്. അങ്ങനെ എത്രയെത്ര പാർട്ടി കേന്ദ്രങ്ങളിലൂടെ ഈ സംഭവം ഉണ്ടായി എന്നുള്ളത് കൂടി നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. ഇനി മുഖ്യമന്ത്രിയെ രക്ഷിക്കാനൊന്നുമല്ല, മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ എന്ന നിലയെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാ? ഇവരിറങ്ങിയ സമയത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങിയ വാഹനവ്യൂഹം കടന്നുപോയി. അപ്പോൾ ഇവരുടെ ഉത്തരവാദിത്തം എവിടെയാ? അവരുടെ ഏറ്റവും അടുത്ത ഇടത്തേക്ക് ചെല്ലുന്ന അക്രമത്തെ തടയുക എന്നുള്ളതല്ലേ? ഇവരിറങ്ങിയ സമയത്ത് അവിടെ ഒരു കൃത്യനിർവഹണ വീഴ്ചയുണ്ടായോ? അവിടെ മറ്റെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയോ, വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയോ, മറ്റെന്തെങ്കിലും സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇവരെന്തായിരിക്കും നേരിടേണ്ടി വരുന്നത്? എന്നിട്ട് ഇന്നിപ്പോൾ ഒരു ഇടത് സഹയാത്രികൻ പറഞ്ഞത് ഇവർ തന്നെ നടപടി ആവശ്യപ്പെട്ടു അത്രേ. ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച വന്നിട്ടുണ്ട്, അതുകൊണ്ട് നടപടി ആവശ്യപ്പെട്ടു എന്നാണ്. പക്ഷേ അവർ നടപടി ആവശ്യപ്പെട്ടിട്ട് പോലും അങ്ങനെ വേണ്ടതില്ല എന്ന തീരുമാനം ഔദ്യോഗിക തലത്തിൽ എടുക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? സംരക്ഷിക്കുക എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. ഇനി ജനവിധിയിലൂടെ അല്ല ജനം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് ന്യായീകരണം കൊടുക്കുക. ക്രൈം വേറെയാണ്, ജനവിധി വേറെയാണ്. ഇത് ക്രൈമാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ജനവിധിയിലൂടെയാണെങ്കിൽ ഒന്നാം സർക്കാരിന് ശേഷം രണ്ടാം സർക്കാർ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന വീഴ്ചകൾക്കെല്ലാം ജനവിധിയിലൂടെ ഒരു അടിസ്ഥാനം കൊടുത്തു, വീണ്ടും നിങ്ങൾക്ക് ലൈസൻസ് കൊടുത്തു എന്നായിരുന്നോ കോൺഗ്രസ്സുകാർ വിചാരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ CPMകാർ വിചാരിച്ചിട്ടുണ്ടാവുക? ഇപ്പം കിട്ടിയ മാൻഡേറ്റും ഇപ്പം കിട്ടിയ ഭരണവും ഇങ്ങനെയുള്ള ക്രൈമിന് കുടപിടിക്കാനുള്ളതല്ല. ഞാനൊരു ആശങ്ക പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ നിഖിൽ പൈലിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നല്ലോ, അതും ഒരു ചോദ്യം ചെയ്യലാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വഴിക്കാണ് തീരുമാനം എന്ന് പറയുന്നത്. ധീരജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണം കേരള സമൂഹത്തിൽ അങ്ങനെ മറക്കാൻ കഴിയുന്ന ഒന്നുമല്ല. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത്, കോൺഗ്രസ് അങ്ങനെ രാഷ്ട്രീയ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ജനവിധിക്ക് മുൻപാകാമായിരുന്നേ. നിഖിൽ പൈലി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ. അതിലും ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അന്വേഷണം എവിടെയും എത്താത്തത് ആരുടെ പിടിപ്പുകേടുകൊണ്ടാണ് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ആയുധം പോലും എവിടെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതുമുണ്ട്. അപ്പോൾ പൊന്തൂവലിന്റെ കണക്ക് പറഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത്. ഒന്ന്. രണ്ടാമത്തേത്, ജനവിധി പോക്കറ്റിലായപ്പോൾ ഇനി ആരും പഴി പറയാനില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കൊലപാതക കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരാൾ, ശരിയാണ്, വിചാരണയുമായി ബന്ധപ്പെട്ട് കാലതാമസമൊക്കെ ഉണ്ട്. എന്നാൽ പോലും നിഖിൽ പൈലി എന്ന പേര് കേരള സമൂഹത്തിൽ ധീരജിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് അടയാളപ്പെട്ട പേരാണ്. ജനവിധി പോക്കറ്റിലായി എന്ന ഉറച്ച ബോധ്യം വന്നതിന് ശേഷം ആദ്യത്തെ ആഴ്ചയെടുത്ത ആ തീരുമാനം, നിങ്ങൾ ആർക്കെതിരെയാണോ ഇത്രയും കാലം രാഷ്ട്രീയം പറഞ്ഞത്, ഏത് അധികാര പ്രയോഗത്തിനെതിരെയാണോ നിങ്ങൾ തെരുവിലിറങ്ങിയത്, അതിന്റെ ആവർത്തന ബുദ്ധിയാണ് എന്നതുകൂടി പറഞ്ഞു പോകണമെന്ന് വിചാരിക്കുന്നു. Meet the editors.